സ്ഥലമായി മോളെ ഇറക്കൂ. സൂക്ഷിച്ചിറങ്ങ. അവരെ ആരെ കാണുന്നില്ല മോളെ. സുഗന്ധിയാണോ? അതെ. എന്റെ പേര് അപ്പക്കുട്ടൻ. എന്നെ അലമേലും അമ്മാള് പറഞ്ഞയച്ചതാ നിങ്ങളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. നീ ആരാ? അവിടുത്തെ ജോലിക്കാരനാ? അല്ല. നിങ്ങളാരാ? നിങ്ങളോ? സാറിന് എവിടെയോ? സുഗന്ധിയുടെ അച്ഛനാ. വിട്ടുവേനിക്കൈ കേട്ടിട്ടില്ലേ? ഈ സ്ഥലത്തിന് പുറത്തുള്ള ഡാൻസുകാരൊന്നും എനിക്ക് പരിചയമില്ല. ഞാൻ ഡാൻസുകാരനൊന്നുമല്ല. ഈ ചെറുക്ക ശരിയല്ല. കാറ് കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ തൊട്ടടുത്ത നൃത്തവേദി. ഒരു ഫർലോങ് കടന്നാൽ മതി. നടക്കാനോ? മോളെ ഇത് ശരിയാവില്ല. നിന്റെ സ്റ്റാർ വാലിന് പറ്റിയ കമ്പനിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് തിരിച്ചു പോയാലോ? ആ പൊയ്ക്കോ. 9-ന് ബസ്സുണ്ട്. ഞാൻ വേണേ കയറ്റി വിട്ടേക്കാം. അമ്മാവാ വളക്കുകയാവൂ. കുടിക്കരുത്. അച്ഛാ, അപ്പുകുട്ടൻ നടന്നോളൂ, ഞങ്ങള് വരാം. ആ പെട്ടിയും ഹാർമോണിയും അയാളെ കയ്യിൽ കൊടുക്ക്. വേണ്ട അച്ഛാ, അപ്പുകുട്ടന് ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ എടുത്തോളാം. എന്തൊരു ചൂട്. ഇവിടെ കൂൾ ഡ്രിങ്ക്സ് ഒന്നും കിട്ടൂല. പയ്യൻ, ഇവിടെ എയർ കണ്ടീഷൻ ഹോട്ടലുകളൊന്നുമില്ലേ? ചുമ്മാ ഇരിക്കച്ച. സുഗന്ധി ഇരിക്കെ. അവളവിടെ ഇരുന്നോളും. സുഗന്ധി, ഇവിടെ ബ്രൂ കോഫി ഇല്ലേ? ഇവിടെ പൊടി കാപ്പിയെ കിട്ടൂ. ഇതാണ് ഇവിടുത്തെ പ്രധാന എയർ കണ്ടീഷൻഡ് ഹോട്ടൽ. സാർ ഇരിക്കണം. അമ്മ, അമ്മേ എവിടെ പോയിട്ട് വരുന്നു? അമ്പലത്തിൽ പോയിട്ട് വരാ. കാപ്പി കുടിക്കുന്നോ? അപ്പുക, നല്ലൊരു കാപ്പി. നിന്റെ കീഴാർന്നലി പ്രയോഗം ശരിക്കേറ്റു. ഇവിടെ മഞ്ഞപ്പിത്തൊക്കെ മാറി. കീഴാർനെല്ലി കൊണ്ടുപോയപ്പം മഞ്ഞപ്പിത്തം പോയി. ഇല്ല. എന്താടാ പരുങ്ങുന്നു? വരണം മച്ചി, വരണം. അപ്പുക, ഇത് അലമേലു അമ്മാളുടെ പുതിയ ഡാൻസുകാരിയാ, സുഗന്ധി. മംഗലത്തെ അമ്മച്ചിയാ. ഇവിടുത്തെ വലിയൊരു കുടുംബം. ഇത് സുഗന്ധിയുടെ അച്ഛൻ. എവിടെയാ നിങ്ങളുടെ വീട്? ചങ്ങനാശ്ശേരിക്കടുത്ത് പുഴവാതിൽ. പുഴവാതിൽ എവിടെയാ? വെട്ടുമേനെ കൈമളമാർന്ന് കേട്ടിട്ടുണ്ടോ? പണ്ട് കൊല്ലും കൊലയും ഉണ്ടായിരുന്ന തറവാടാണ്. ഈ തലമുറയിലെ കാരണവരാണ് ഞാൻ. വെട്ടുമേനി ജനാർദ്ദന കൈമൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കാപ്പി. അമ്മ ഇരിക്കേ. വേണ്ട, ഞാൻ അവിടെ നിന്നോളാം. എനിക്ക് വേണ്ട. അമ്മ ഇത് എവിടുന്ന് കിട്ടി? പെരുവഴിന്ന്. എന്ത് പറ്റി അമ്മേ? എന്താ ഉണ്ടായത് ചേട്ടാ? ഉന്തം. ഒരമ്മാവിയമ്മയെ മരുമോൻ ടോളറേറ്റ് ചെയ്യുന്നതിന് ചില ലിമിറ്റ്സ് ഒക്കെ ഉണ്ട്. അമ്മ എന്ത് ചെയ്തെന്നാ പറയുന്നേ? ഞാൻ ആ ചന്തയിൽ കൂടെ വരുമ്പോ ഇവരെ അബൂബേക്കറിന്റെ കടയുടെ പുറത്തിരുന്ന് കാപ്പി കുടിക്കുന്നു. അങ്ങനെ മഹാറാണിയെ പോലെ. ചുറ്റും കുറെ ഊപ്പകളും ആ അപ്പുകുട്ടനും. എന്റെ മുഖം അവളറിയത്. KD ലിസ്റ്റിൽ ഒരു തന്നെ ചായക്കട, അതും എന്റെ അമ്മാവിയമ്മ. നീ എന്തിനാ ഇങ്ങനെ നിയന്ത്രിക്കാൻ പോകുന്നത്? ഒരു കുട്ടികത്തെ കാപ്പി തിളപ്പിച്ച് അവരുടെ മുറി കൊണ്ടുവെക്ക്, അല്ല തലേ കോരി ഒഴിക്കേ. അയ്യോ, ഒന്ന് പതുക്കെ, അമ്മ കേക്കും. കേക്കട്ടടി. നാട്ടുകാരുടെ ധാരണ എന്താണെന്ന് അറിയാമോ? പോലീസുകാരൻ മരുമോൻ അവർക്ക് കാപ്പി പോലും കൊടുക്കാതെ പഷ്ണിക്കിടുകയാണെന്ന്. അങ്ങനെയൊന്നും ആരും ധരിക്കില്ല. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പോസ്റ്റർ എഴുതി ഒട്ടിക്കാൻ നോക്കില്ലല്ലോ നാളുകളെ. ചേട്ടൻ പറയുന്നതിലും കാര്യമില്ലേ അമ്മേ? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ കാപ്പി കുടിക്കരുതെന്ന്? അതും പരസ്യമായിട്ട് ചന്തയിലൊക്കെ വെച്ച്. ചന്ത വെച്ച് എന്നെ കണ്ടപ്പോ അപ്പു എനിക്കൊരു കാപ്പി വാങ്ങിച്ചു. ഞാൻ അത് കുടിക്കുകയും ചെയ്തു. അതിനിപ്പോ ഇങ്ങനെ ആകാശം ഇടിഞ്ഞ കാര്യമൊന്നുമില്ലല്ലോ. നല്ല ഗുരുത്വം, നന്നായി വരും. ചോട് കുറയ്ക്കും. കണ്ടാലറിയാം ഇല്ലേ അപ്പുകുട്ടാ? അതെ അതെ, കണ്ടാലറിയാം. എനിക്ക് ആദ്യം കണ്ടപ്പോഴേ തോന്നി.
എന്റെ സുഗന്ധിയുടെ ചൂടിറക്കണെങ്കിലേ ഞാൻ പാടണം ഇല്ലേ സുഗന്ധി? അല്ല പൂക്കുട്ട, കൈമള സാർ അവിടെ? പുറത്തിരിപ്പുണ്ട്. ആഹാ, കൈമള സാർ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? പല്ല് തേക്കോ കുളിക്കോ ഒക്കെ വേണമെങ്കിൽ ആകാം. ഞങ്ങളുടെ അക്കോമഡേഷൻ, ഫുഡ് ഇതൊക്കെ ഇവിടെയാണോ? അക്കോമഡേഷനോ? ഷോ, ഇംഗ്ലീഷ് പോലും അറിയില്ല. ഞങ്ങളുടെ താമസം, ആഹാരം ഇതൊക്കെ ഓ ഇവിടെയാണോ? എന്ന് അതല്ല ഇവിടെ തന്നെയാ. ശരിയാവില്ല. ഏ? ശരിയാവില്ല. അതെന്താ? ശരിയാവില്ല. അതെന്താന്നല്ലേ ചോദിച്ചത്? ശരിയാവില്ല എന്ന് പറഞ്ഞില്ലേ? ആഹാ, അങ്ങനെ ശരിയാകത്തില്ലെങ്കിലേ ഇവിടെയും ശരിയാകത്തില്ല. ഇതിനേക്കാ കൊടിയേറ്റിയ ആളുകളൊക്കെ ഇവിടെ ഒന്ന് താമസിച്ചിട്ടുള്ളതാ. എടാ അപ്പുകുട്ടാ, ഏ? നീ ഇത് കേട്ടോ? അയാൾക്ക് ഇവിടെ ശരിയാകത്തില്ലെന്ന്. ശരിയാകത്തില്ലെന്ന് നമ്മളങ്ങ് പറഞ്ഞു വിടുമെന്ന് പറ. അതെ, ഞങ്ങൾ പറഞ്ഞു വിടും. അയ്യോ ടീച്ചർ, അതൊന്നും വേണ്ട, എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. പ്ലീസ്. ഒരു കൊമ്പത്തെ ഡാൻസർ അയ്യോ വന്നിരിക്കുന്നു. അമ്മാവാ, വളക്കുകയാവൂ, ഒടിക്കരുത്. ഇവര് കൈവിട്ടാ നമ്മുടെ ഗതി പെരു വഴിയാ. ആ, സഹിക്കുക. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവളെ പല്ലേപ്പിക്കും കുളിപ്പിക്കൊന്നും വേണ്ടേ? ഞാൻ ചോദിച്ചു, അവരതൊക്കെ കഴിഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങ് ചെയ്തു കൊടുക്കും അല്ലേ? ആ, കൊടുക്കും. നിനക്ക് എന്തിന്റെ അസുഖ? ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുക. ഇതിന്റെ പേര് അസൂയ, കണ്ണുകടി. അസൂയ. എന്നാ എന്തൊന്നാടി വലിച്ചെറിഞ്ഞിട്ട് പോന്ന്? ഇവനെന്താ പിച്ചക്കാരനാണോ? ഞാൻ അവന് വലിച്ചെറിഞ്ഞില്ലല്ലോ. പാത്രം ഒന്ന് കയ്യുന്ന വഴുതിന്ന് വെച്ച്. പോട്ടമ്മച്ചി, അകത്തിരിക്കാൻ വിട. ഗോപനില്ലല്ലോ. വേണ്ട, ഇവിടെ ഇരിക്കുന്നല്ലേ സുഖം. നല്ല കാറ്റുണ്ട്. ഓ, വലിയ മഹാരാജാവ്. ആ, എങ്ങനെയുണ്ടാ അലമേലുണ്ട് പുതിയ ഡാൻസുകാരി? ആ, കൊള്ളാം. കാണാൻ നല്ല രസാ. അവളുടെ അപ്പനൊരു ഗുണമില്ല കേട്ടോ. ആ, നീ അവളോട് ചിടുങ്ങാനൊന്നും പോണ്ട. ആ സരോജിനി എങ്ങനെ അറിയണം, മുട്ടം വഴക്കാവും. ആയി, ഉടക്കായി. അസൂയ. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നതില് അവക്ക് അസൂയ. ഞാൻ സരോജിനിയുടെ സൈഡാ. കൂടുതൽ ലോകിയത്തൊന്നും പോണ്ട. ആര് ലോഹ്യത്തിന് പോന്നു? ആ, എന്തോ ആയിടെ നിന്റെ ഡ്രൈവിംഗ് പഠിത്തൊക്കെ? കൈ സ്റ്റഡിയായി. ഇപ്പൊ കാലും കൂടെ തരുന്നുണ്ട്. ഏ, അതെന്ത്? അമ്മച്ചി, ആദ്യം സ്റ്റിയറിംഗ് മാത്രമേ തരൂ. അത് സ്റ്റഡിയായി കഴിഞ്ഞ ബ്രേക്ക്, ക്ലച്ച്, ആക്സിലേറ്റർ, അങ്ങനെ അതിന്റെ ഒരു അമ്മച്ചിക്കൊന്നും മനസ്സിലാകത്തില്ല. നല്ല ആശാന. അതെന്തോ നന്നായിട്ട് പഠിച്ചോളണം. ഒരുപാട് സ്പീഡിലൊന്നും ഓടിക്കരുത്. ഇവിടുത്തെ ഗോപൻ ഓടിക്കുന്ന പോലെ. ദുബായിൽ ചെന്നാലും പതുക്കെ ഓടിച്ചാ മതി. അവിടുത്തെ മുതലാളിക്ക് സ്പീഡിൽ പോണെങ്കിലോ? ഹാ, അങ്ങനെയുള്ള മുതലാളിയുടെ കൂടെ എന്റെ മോൻ ജോലി ചെയ്യണ്ട. ഇല്ല. ആ പുഷ്കരം വാടക തന്നില്ലല്ലോടാ. അയ്യോ, ഞാനതങ്ങ് മറന്നു. വൈകുന്നേരം ചന്തയിൽ ചെന്നപ്പോ ഓർത്തതാ. അപ്പൊ അവിടെ വലിയ തിരക്ക്. അവന് മാനക്കേട് വേണ്ടല്ലോ എന്ന് വെച്ച് പിന്നെ ചോദിക്കാന്ന് വെച്ചു. അവൻ മഹാകള്ളനാണ് കേട്ടോ. ഇപ്പൊ തന്നെ 4 മാസത്തെ വാടക തരാനുണ്ട്. അങ്ങനെ മഹാകള്ളനൊന്നുമല്ല, അരക്കള്ളനാ. ബുദ്ധിമുട്ടുകാരനാ. ഞാൻ ചോദിക്കാം. ഇഷ്ടമേ, ഇച്ചിരി കാപ്പി. ആ, വലിയ ഗ്ലാസ് എടുത്തോ. അവൻ നടന്ന് ക്ഷീണിച്ചു വരിക. എനിക്ക് ചെറിയ എനിക്കാ വേണ്ടമ്മച്ചി. രാവിലെ തന്നെ ഞാൻ ശോ. അമ്മേ, എടാ ഇത് കാപ്പിയല്ലേ? അല്ല, ജീരകമുള്ള കാപ്പി വെച്ചമേത്? കാപ്പിയല്ല, കൂപ്പി പൊടി. കുടിച്ച എന്നെക്കാളാണോ നിശ്ചയം? അമ്മയ്ക്ക് കാപ്പി കുടിച്ചുകൂടാന്ന് നിനക്കറിയാവുന്നതല്ലേ? രാവിലെ കിട്ടിയതും പോരാ. ജിലേബി, ലഡു, കാപ്പി. എന്താ അമ്മയെ കൊല്ലാനാണോ? മുതലാളി, നാശം പിടിക്കാൻ അച്ഛനാണെന്ന് തോന്നുന്നു. എടാ, ഞാൻ കുളിക്കാണെന്ന് പറ. ഓഫീസ് റൂമിൽ കൊണ്ടിരുത്ത. അവളോട് പുറത്തങ്ങ് ഇറങ്ങരുതെന്ന് പറഞ്ഞ. ശരി. എന്റെ മുതലാളി ഉണ്ടാകത്ത്. മുതലാളി കൊണ്ടുവാ. ഉണ്ട് സാർ.
വരണം വരണം ഇൻസ്പെക്ടർ സാർ. ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. ഈ വീടൊന്ന് പരിശോധിക്കണം. ഒന്ന് എഴുതാക്കണം മിസ്റ്റർ. എന്താ താൻ ധരിച്ചു വെച്ചിരിക്കുന്നത്? രാഷ്ട്രീയത്തിൽ പിടിപാടും കുറച്ച് പണം ഉണ്ടെന്ന് കരുതി എന്ത് പോകൃദ്രവം കാണിക്കാമെന്നോ? ഈ എസ്റ്റേറ്റ് എവനെയൊന്നും കണ്ട് ഭയപ്പെടുന്നവനല്ല ഞാൻ. സാറെന്തോ തെറ്റിദ്ധരിച്ച് പറയുകയാണ്. ഞാൻ അങ്ങനെയുള്ള ആളെയല്ല. സാറിരിക്കണം. അഭിനയം വേണ്ട. പട്ടാപ്പകൽ മദ്യപാനം, വ്യഭിചാരം. നീങ്ങടാ. സാർ, ആരോ എന്നെയും എന്റെ അച്ഛനെ അവഹേളിക്കാൻ വേണ്ടി കരുതി കൂട്ടി പെറ്റീഷൻ അയച്ചു കാണും. ഞാൻ മദ്യം കൈകൊണ്ട് തൊടാറേയില്ല. ഏത് പെൺകുട്ടിയെ കണ്ടാലും സ്വന്തം സഹോദരിയെ പോലെ കരുതുന്നവനല്ലേ ഞാൻ. ഇത് മദ്യമല്ലേടോ? അതെ. അപ്പൊ പിന്നെ സഹോദരി എവിടെ? അകത്തുണ്ട്. ഓ, ആശ്വാസം. നന്നായി, അവൾ വന്നല്ലോ. ഞാൻ വിചാരിച്ചു പറ്റിക്കൂ. ആഹാ, ഇതാര്? എടി എലിസബത്ത്, നീ എവിടായിരുന്നു ഇത്രയും കാലം? ഓ, സർക്കിൾ അദ്ദേഹം അപ്പനെ മറന്നിട്ടില്ല. നിന്നെ എനിക്ക് അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റൂ? അല്ല, ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ നിന്റെ കൂടെ. അവനെവിടെ? ഓ, കളഞ്ഞു. അരെ, നീയോ അവനോ? പിടിക്കോ, പൊക്കിക്കോ. ഇങ്ങോട്ട് കൊണ്ടുപോകാതല്ലേ. എന്റെ പുഷ്കരൻ ചേട്ടാ, എന്നെ ഒന്ന് വേഗം വിട്. നേരും അങ്ങ് ഇരുട്ടി. പ്രായമായൊരു കുട്ടികളും അങ്ങ് നേരത്തെ വീട്ടിൽ പോട്ടെ. തങ്കമണിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണെങ്കിൽ മില്ലിൽ അടച്ചിട്ട് ഈ പുഷ്കരൻ ചേട്ടൻ തന്നെ നിന്നെ വീട്ടിൽ കൊണ്ടുപോകാം. ചേച്ചി പോയാട്ടെ, ഞാൻ ഇവന്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാ. തൊട്ടുപോലെ തന്നെ മെയിൻ സ്വിച്ച്. അല്ല വേണ്ട, വാടക തരാത്തോണ്ട് നിന്റെ ഫ്യൂസ് ഞാൻ ഊരിക്കൊള്ളാം. അങ്ങനെയല്ല. തമ്പലത്തിൽ വെച്ചു, കുറുമൊഴി കുന്നിൽ വെച്ചു, കുപ്പിവള ചിരിച്ചുടഞ്ഞു. അവതാളം അടിക്കാടോ. ഇവനൊക്കെ എവിടുന്ന് വരണേ? അപസ്വരം പാടിയാൽ അവതാളം അല്ലാതെ പിന്നെ ഏത് താളം അടിക്കുക? അവര് പാവം പ്രവിവരദോഷികള്. നീ പിടിക്കേ. അതെ പിടിക്കേ. അതെ പിടിക്കേ. കൂത്തമ്പലത്തിൽ വെച്ചു, കുറുമൊഴി കുന്നിൽ വെച്ചു, കുപ്പിവള കുപ്പിവള. എന്റെ ഭഗവതി, ഒടുക്കത്തെ തീറ്റി നിന്നിട്ട് ഇത് ഈ കോളത്തിലായതേ ഉള്ളൂ. ഇവന്മാര് ഇന്ന് ഞാൻ പുറത്തേക്ക് നിർത്തണോ? അല്ല ഭാവതര, ഇത് എന്നെ ഭാവിച്ചോണ്ടാ. ഇതെന്ത് പാട്ട്? ഏത് രാഗം? രാഗം പന്തുവരാളി. ആദ്യത്താളം. പന്ത് വരാളി തന്നെ ഞാൻ പന്ത് കെട്ടുന്ന പോലെ തട്ടും. ഈ പാട്ടിന് ആള് പോവും തീർച്ചയാ. ശുദ്ധ അലയ്ക്ക് ഈ നാട്ടിൽ ഒരു വിലയില്ല അമ്മ. ഓ, ഒരു ശുദ്ധ കൊല. കഴിഞ്ഞ ബാലയ്ക്ക് ആ അപ്പുക്കുട്ടിന് 1 മണിക്കൂറിന്റെ 8 പാട്ടല്ലേ ചിട്ടപ്പെടുത്തിയത്. അതും നല്ല ഒന്നാന്തര പാട്ട്. ഛെ. അമ്മാവാ, ഇവർക്കൊക്കെ പറ്റിയത് എല്ലാ ഇളയരാജയോ ദേവരാജനോ ഒക്കെയാണ്. നമ്മളെപ്പോലുള്ള ശുദ്ധ കലാകാരന്മാർക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല. ശരിയാ. നമുക്ക് ഇതൊക്കെ വലിയ എവിടാ വളക്കിയാവുള്ളൂ, ഒടിക്കരുത്. നമ്മളിത് ഏതായാലും ചെയ്യാവുന്നേ. നമുക്കിതെങ്കിൽ വൃത്തിയായിട്ട് ചെയ്യാം. ചെയ്യല്ലേ? ആ, നമുക്ക് സ്വരം ഒന്ന് മാറ്റി ആ, പിടിക്കാം. നീ മധ്യമത്തിൽ പിടിച്ചേ. മദ്യമോ? ആ, പിടിക്കട്ടെ. ധൈര്യമായിട്ട് പിടിടാ. എടി കൊച്ചെ, ഞാൻ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. നിന്റെ ഒന്ന് ഉറച്ചെടുക്കാൻ പോക്കാം. എന്താ ടീച്ചർ? അവൻ ആ പാട്ട് കൊളവാക്കിയെന്ന്. ഷോ, നല്ല ഒന്നാന്തരം കവിതയല്ലായിരുന്നു. അയ്യോ, കേട്ടില്ലേ അവന്റെ ഒരു പന്തവരാളി? എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു കയറുന്നു. ഞാനത് ടീച്ചറിനോട് പറയാനിരിക്കായിരുന്നു. രമണന് സംഗീതമേ അറിയില്ല. അയ്യോടി എന്റെ കൊച്ചേ, അരങ്ങേറ്റത്തിന് എത്ര ദിവസമുണ്ട്? നീ എന്താ ഇത് നേരത്തെ പറയാഞ്ഞേ? ഞാനത് എങ്ങനെ പറയും ടീച്ചർ? അച്ഛൻ. ആഹാ, അച്ഛനോ? എനിക്ക് എന്റെ കാര്യം നോക്കാതിരിക്കാൻ ഒക്കത്തില്ല. സരോജിനി, നീങ്ങി വന്നേ. ടീച്ചർ, ഇങ്ങോട്ട് വരാൻ. ആഹാ, ഞാനിപ്പോ വരാം. അയ്യോടാ. നിർത്ത്. ഇത് ഏതവനെ എഴുതിയ പാട്ടാണ്? ഒരുമാതിരി കത്ത് എഴുതണ പോലെ പാട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഇത് കമ്പോസ് ചെയ്യാൻ പറ്റൂല. കവിയെ വിളിക്ക്. എഴുതേക്കാൻ. അമ്മാവാ, അമ്മാവനും മരുമാനും എഴുന്നേറ്റാട്ടെ. 2 ഉപ്പ് ഇറങ്ങണം ഇവിടുന്ന്. 10:30 ബസ് ഉണ്ടെന്ന് തോന്നുന്നു. അതേക്കൊരു സ്ഥലം എടുപ്പോ. അമ്മാവാ, ഈ നാണക്കേട് ഞാൻ സഹിക്കൂല. സുഗന്ധിയെ വിളിച്ചുകൊണ്ട് ഇപ്പൊ ഇറങ്ങണം.
ഓ അയാളുടെ ഒരു സുഗന്ധി വലിയ ഹേമമാലിനെയാണെന്നായിരിക്കും വിചാരം. വിളിച്ചോട്ട് പോണോടുന്ന്. അതൊരു ടീച്ചർ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? പിന്നെ ഞങ്ങളങ്ങ് പോയേക്കാം. സുഗന്ധി ഇവിടെ നിന്നോട്ടെ, അരങ്ങേറ്റത്തിന് അന്ന് ഞങ്ങളിങ്ങ് വരാം. ആ അതാ നല്ലത്. തനിക്ക് വിവരമുണ്ട്. ഇവിടെ കൊണ്ടോട്ടെ എന്റെ പാട്ട്. ഓ ഒരു സംഗീത കോളാമ്പി. തന്റെ ഈ കുന്തോക്കെ എടുത്തിട്ട് വേഗം പോ. അമ്മാവ ഇത് നമ്മുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. എടാ, ഇനി ഇവിടെ നിന്നാൽ എന്റെ മോള് പുറത്താവും. പിന്നെ എന്റെ ഗതി പെരുവഴി.